നമ്മളിതാ ഇന്നിപ്പോൾ വയനാടാട്ടോ. ഇവിടെയാണ് പ്രണവിൻ്റെ അനിയത്തിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ സൺഡേ വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടെ കുറുവാദ്വീപൊക്കെ പോകാമെന്ന് വെച്ചിട്ട് എല്ലാവരും റെഡി ആക്കാണ്. നമ്മൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്രണവിനെ കാണിച്ചു തരാം. അവിടെ ഋതുവാവിനെ കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഒരു ചെറിയ കൂട്ടുകാരനുണ്ട്. ഇതാ ബെല്ല. കീർത്തന ബെല്ലേനെ റെഡിയാക്കാണ്. ബെല്ലയുടെ ആദ്യത്തെ ട്രിപ്പാണ്. ബെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടോ. എല്ലാവരും പോവാൻ വേണ്ടി കയറാണ്. ഇവിടെ രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നേ. ഞാൻ അത് കാരണം തണുപ്പൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനത്തെ അത്യാവശ്യം കട്ടിയുള്ള ഡ്രസ്സൊക്കെയാണ് എടുത്തത്. പക്ഷെ ഇപ്പോൾ വെയിലാണ്, ചൂടുണ്ട്. പണി പാളുമെന്ന് അറിയില്ല, നോക്കാം. നമ്മൾ യാത്ര തുടങ്ങി. ഉണ്ടക്കുട്ടി ഉണ്ടക്കുട്ടി ഉണ്ടക്കുട്ടിയാണ് ഉണ്ടക്കുട്ടി. അപ്പൊ കുറുവാദ്വീപിന്റെ പുറകുവശത്ത് വേറൊരു സ്ഥലത്തേക്കാണ് പോണത്. അതാണ് എന്താ വഴി, ഒരു ഉൾവഴിയാണ്. അപ്പോ നമ്മള് എത്തി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നല്ല വെയിലാട്ടോ. ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനും അമ്മയും കുടയൊക്കെ ചൂടി നിക്കാണ്. ഇതാ പാവ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായി. ബെല്ല നല്ല ആക്റ്റീവാണ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് പുറകിലേക്ക് പോയിട്ട് വേണം നമുക്ക് നിൽക്കാൻ. നമ്മളിതാ നമ്മളെ മന്തി തലയിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ ഐറ്റംസ് എടുത്തിട്ട് നടക്കാണ്. എനിക്ക് 2 ഐറ്റം കിട്ടി. ആപ്പിളും പപ്പടവും. ഏറ്റവും വെയിറ്റ് ഉള്ള 2 സാധനം. ഇപ്പൊ നമ്മളിതാ എല്ലാവരും നടക്കാൻ തുടങ്ങാണ്. ഒരു വെയിലാണ്. എന്തോ വിൽക്കാൻ പോണ ആളെ പോലെ ഉണ്ടാവല്. എക്സ്പ്ലോറേഷൻ ടീം എല്ലാവരും. അപ്പൊ നമ്മള് മുമ്പ് വേറെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വഴിക്കൂടെയായിട്ട് നടക്കേണ്ടത്. ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കാണ്. ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. ആനശല്യമുള്ള സ്ഥലമാണ്. നമ്മള് കയറാൻ പോവാ. ഇവിടെ ആനയൊക്കെ ഉള്ള വഴിയാന്നട്ടോ പറഞ്ഞത്. ആനയൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന വഴിയാണ്. ഇങ്ങനെ ആന വന്നാൽ ഞാൻ ഈ ഫുഡ് ഇട്ട് കൊടുത്ത് ആനേനെ ഒതുക്കും. ഹൈ വൈബ്. ഇപ്പൊ നമ്മള് ഇവിടെ ഒരു തണലുള്ള നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട്. അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിക്കാട്ടോ. വാ, അമ്മ ആനയുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് നിക്കണേ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിട്ട്. നല്ലൊരു തണലും അടിപൊളി ക്ലൈമറ്റ് ആണ്. നമ്മള് ഫുഡൊക്കെ താഴെ ഇറക്കി. ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു വൈബായിരിക്കും. അതാ ഇവിടെ കറക്റ്റ് എവിടെ ഇരിക്കണം എന്ന് നോക്കാണ്. കുറച്ചങ്ങനെ ഇങ്ങിരിക്കും. ഇനി ആനെങ്ങാനും വന്നാൽ ഈ വഴി പോയിക്കോട്ടെ. ആന വന്നതാണതേ. ആനയുടെ ഏരിയ ആണത്. പിണ്ടൊക്കെ കണ്ടോ, ഉണങ്ങിയതാണ് കുറച്ച്. വാ, നമ്മളിപ്പോ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ടാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമൊന്നുമില്ല. കെട്ടാനൊരു സ്ഥലം ഉണ്ടാവില്ല.
എല്ലാരും വഴികളൊക്കെ നോക്കി വെച്ച ആന വരുമ്പോ ഓടാനുള്ളേ. എല്ലാവരുടെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ദാ എല്ലാവരും ബെല്ലേനെ എവിടെയെങ്കിലും കെട്ടാനുള്ള പ്ലാനിലാട്ടോ. ഈ ബെഡ്ഷീറ്റിൽ നിന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലാട്ടത്. കുറുവാദ്വീപാണ് ഈ കാണുന്നത്. ഇത് ഉടിഞ്ഞു പോയിട്ടോ എടുക്കുമ്പോ അടിയിൽ എടുക്കുമ്പോ ഇതുകൊണ്ട് എടുത്തോ. ഇതാ കുറച്ച് കട്ടിയിട്ടത് കട്ടിയുള്ളതാണ്. മന്തി എല്ലാവർക്കും ആയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റും സ്പൂണും സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ പകുതി വീഡിയോസ് എനിക്ക് വേണം. ഓക്കെ, ഇരിക്കാനൊരു ഗ്യാപ്പ് ആയിരിക്കും എല്ലാരും. ഇതിലിട്ട് കുറച്ച് സാലഡ്. അവിടെ എന്താ പണി? നമ്മള് ഫുഡ് സൂപ്പർ. ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോ കൂടുതൽ രസമാവും അല്ലെ? നല്ല രസം അങ്ങനെ ഇരുന്ന് കഴിക്കും. ഉണ്ടാക്കിയ ആളാണ്. ഇതാണ് അൽക്കുക്ക്. സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തത്. ഞങ്ങളൊക്കെ സപ്പോർട്ടർമാരാണ്, കഴിക്കാനിരിക്കുന്ന ആൾക്കാര്. ഇതിന്റെ അടിയിലാണല്ലോ മസാല ഉണ്ടായിരുന്നു. മസാല ഉണ്ട്, കുറച്ച് വില കിട്ടോളോ. ഒരവിടെ എനിക്ക് പപ്പടം കിട്ടിയില്ല. ഫുഡിലേക്ക് ഗംഭീരമായിട്ട് എല്ലാവരും കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് വെച്ച് വയറ് നിറഞ്ഞ് കാട്ടിലിരുന്നൊരു മന്തി ഫീസ്റ്റ്. ഇനി നമ്മള് എവിടെയാ കൈ കഴുകണമെന്നറിയോ? നമ്മളിനി കൈ കഴുകുന്നത് കബനിപ്പുഴയിലാണ്. പ്ലേറ്റും ഗ്ലാസ് വാഷ് ചെയ്ത് തുടങ്ങി. അപ്പൊ നമ്മള് കൈ കഴുകാൻ പോവാട്ടോ. ഇവിടെ ഉണ്ട്. അയ്യോ സോറി. ഫോൺ അവിടെതാ കഴുകാനായി ഒരാൾ വെയിറ്റ് ചെയ്യുന്നു. പ്ലേറ്റ് പോരുത്. ഇങ്ങോട്ടേക്ക് നല്ല വഴിയുണ്ട്, പോയി നോക്കാം കുറച്ച് ദൂരം. പാത്രമൊക്കെ കൊണ്ടുപോയി വെക്കാൻ പോയിക്കാണ് കാറിൽ. നമ്മൾ അവര് വരണ വരെ വെയിറ്റ് ചെയ്യാട്ടോ. നമ്മള് കുറച്ച് പേര് ഇപ്പൊ ഇവിടെ ഉള്ളു. നമ്മളിതാ മരത്തിന്റെ ഒക്കെ മേലെ കയറാണ്. ഉരുണ്ട് വീഴോന്നറിയില്ല. മതി മതി മതി, വീണാൻ നല്ല രസമായിരിക്കും. മതി മതി. ചെറുക്കനൊരു പേടിയില്ലാണ്ട് കാണിക്കണ നോക്ക്. ഓടാൻ വരെ പോവാ. നമുക്ക് ഈ പുഴയുടെ അരികിൽ കൂടെ കുറേ നടക്കണമെങ്കിൽ നടക്കാട്ടോ. ആരും ശല്യപ്പെടുത്താനില്ല. കിളികളുടെ സൗണ്ടും കേട്ടിട്ട് നമുക്ക് അങ്ങനെ നടന്നു പോകാനാണ്. പീസ്ഫുള്ളാ. മുകളില് നടന്നു തുടങ്ങിയവര് നമുക്ക് അതിൽ ജോയിൻ ചെയ്യണം. ഇതാ ഇവിടുന്ന് എല്ലാവരും പോയി. നമ്മളെ വീഡിയോ എടുത്ത് നിക്കാട്ടോ, അതാണ് നമ്മള് വൈകുന്നത്. അഡ്വഞ്ചറസ് ആയിട്ട് കാട്ടിനുള്ളിൽ കൂടെ. അതെ അതെ. ഇവിടെ വലിയ ചെലന്തി വല ഉണ്ടേ, നല്ല കട്ടിയുണ്ട്. സൂപ്പർ. ഇവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല രസാട്ടോ. ഇത്രയും വലിയ മരങ്ങളുടെ ഇടയില് ഇതൊക്കെ ഒരു
എന്തത് വേരാണോ എന്ന് മനസ്സിലാവണില്ല കേട്ടോ. നല്ല കട്ടിയിലങ്ങ് മുളീന്ന് വന്നേക്കാണ്. ഇതിലിങ്ങനെ ഇരിക്കാൻ നല്ല സുഖാണ്. ഇതാ ഉള്ള മരത്തിന്റെ ഒക്കെ മണ്ടയ്ക്ക് വലിഞ്ഞേറിക്കാണ്. എപ്പോഴാണോ ഉരുണ്ട് വീഴുന്നത്? നടന്ന് അതെ, കുറുവാദ്വീപിന്റെ അക്കരെ എത്തിയ ഒരു വശത്ത് എത്തിട്ടോ. കുറുവാദ്വീപ് അപ്പുറ സൈഡേക്കാണ്. നമ്മളിവിടെ എത്തി. ഇവിടെ നാട്ടുകാരായുള്ള ആൾക്കാരൊക്കെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ വരുന്ന സ്ഥലമാണ്. കാടും മുളഞ്ചേക്കും എല്ലാം ഉണ്ട്. ഇറങ്ങിയോ? അപ്പൊ നമ്മളിതാ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോ നമ്മൾ കുറുവാദ്വീപിന്റെ ഇപ്പുറത്തെ സൈഡിൽ എത്തിട്ടോ. ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകളൊന്നുമല്ല വരാം, ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് വരാം. അപ്പൊ ഇവിടെ ശരിക്കും ഒരു ചെറിയൊരു ബീച്ച് വൈബാക്കി എടുത്തേക്കാട്ടോ. ഇവിടെ വെയിൽ കണ്ടിട്ടൊക്കെ വെയിൽ കാഞ്ഞോണ്ട് പിള്ളേരൊക്കെ കിടക്കാണ്. ഇവിടെ പിന്നെ കുറെ ആൾക്കാർ കുളിക്കാനും അലക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാം. ഇവിടെ ദാ നോക്ക്, കാര്യമായിട്ട് ഫോട്ടോഷൂട്ടിലാണ്. ഇവിടെ നല്ലൊരു ലൈറ്റ് ഉള്ളൊരു സ്ഥലം കേട്ടോ. കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരാണ്. ഇവിടെ അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ടോ മെയിനായിട്ട് വരുന്നത്. ചുമ്മാതാ ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം. അവിടെ പിള്ളേര് ബീച്ചിലെ പോലെ കിടക്കാണ്. ഇവിടുത്തെ നാട്ടുകാരാണ്. നല്ലൊരു പൂഴി മണ്ണാട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ഫോട്ടോ എടുക്കടാ, ഞങ്ങളുടെ ഫോട്ടോ എടുക്കടാ, ഞങ്ങളുടെ ഫോട്ടോ എടുക്ക്. എന്റെ പുഴയുടെ അവിടേക്ക് പോവാട്ടോ. വെള്ളേനെ കൊണ്ട് കീർത്തന അമ്പലെന്താ അവിടെ ഇരിക്കുന്നുണ്ട്. പ്രണവതാ ഇങ്ങോട്ട് പോവാണ്, ഞാനും പോവാണ്. ചെറിയ വെയിലുണ്ട്, പക്ഷെ അത്ര തീവ്രത ഒന്നും തോന്നല്ല വെയിലിന്. ആ ഇതാണ് ഇതിലെ ഇവിടുത്തെ മൊത്തം ഒരു വ്യൂ ട്ടോ. ഇവരിവിടെ വന്ന് അലക്കി കുളിച്ച് തുണിയൊക്കെ ഉണങ്ങി, പാറയിൽ നല്ല ചൂടുണ്ട്, ഉണങ്ങി അങ്ങ് പോവും. ഇച്ചിരി ബാക്കോട്ടറിയ കല്ലുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് എല്ലാവരും ഒരുവിധം പോയി കഴിഞ്ഞിട്ട്, അലക്കല് തുണക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഉള്ളൂ ഇവിടെ. അമ്മു രാവിലെ അവിടെ ഉണ്ട്. അമ്മ ഇതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിത്തപ്പന്നീർ ഋതുവിൻ്റെയും ശരത്തേടൻ വെള്ളത്തിൽ ഇറങ്ങി ഓൾറെഡി. ഇവർ പിന്നെ വെള്ളത്തിൽ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കീർത്തനി രാഹുലും ബെല്ലതാ അവരെ കാവലിരിക്കുന്നവർക്ക്. ബെല്ല ഒരു കുളി കഴിഞ്ഞ് തണുത്ത് വിറച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത്. മൊത്തത്തിൽ അങ്ങനെ ചില്ല് ചെയ്തിരിക്കുക എല്ലാവരും. നല്ലൊരു ആംബിയൻസ് ആട്ടോ അവിടെ. ഗൈസ്, ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നി. നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിച്ചല്ല വന്നത്. അതുകൊണ്ട് ഇവന്റെ പിന്നെ ഞാൻ ഊരി വാങ്ങി. ഡ്രസ്സും സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എല്ലാവർക്കും വെള്ളത്തിൽ ചാടാൻ ഭയങ്കര ആഗ്രഹം. നല്ല തണുത്ത വെള്ളമാണ്. എന്നാ പിന്നെ ഒന്ന് ചാടിയേക്കാം. അവിടെ ഇറങ്ങി 2 പേര്. അമ്മൂത ഇവിടെ മടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. നടന്നു പോ. നമ്മുടെ ടീം മൊത്തം അതെ കബനിയിൽ ഇറങ്ങി കഴിഞ്ഞു. എല്ലാ വെള്ളത്തിലെ നീരാട്ടിലാണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. കബനിയുടെ ആഴങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രണ്ടുപേർക്ക് നീന്താൻ അറിയാത്തോണ്ട് ഭയങ്കര സാഹസികമായ കാര്യമാണ് പുഴയിൽ ഇറക്കുന്നത് പറയുന്നത്.
കബനിയിലൊരു കുളി വൈകുന്നേരം സെറ്റാണ്. നിൽപ്പണ്ടേ ഒരു കയ്യ ഇങ്ങനെ തണുപ്പിലൊഴുകുന്ന കബനിയിലൊരു കുളി സൺസെറ്റ് ഒക്കെ കൊണ്ട് ഇത് ഫുൾ ഫാമിലി എല്ലാരും കാണിച്ചോ. അണിയറ പ്രവർത്തകർ അതെ ഞങ്ങളെല്ലാരും വൈകുന്നേരം വരെ അങ്ങനെ നീന്തി തുടിച്ച് ഇനി വീട്ടിലേക്ക് പോകാം. അതെ ഒരു ചേട്ടൻ ആടുകളെ മേച്ചുകൊണ്ട് വരുന്നിട്ടാ. നല്ല രസമുള്ളൊരു കാഴ്ച. ആടുകളതെ നേരെ വന്ന് ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നു. നല്ല സുന്ദരപ്പെട്ടമാരായ ആടുകൾ. അപ്പോൾ നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടക്കാണ് കാറിൻ്റെ അവിടേക്ക്. എല്ലാവരും നല്ല ടയേർഡായി, തണുക്കണുണ്ട്, നല്ല രസമുണ്ടായി. ഇവിടെ ഒരാളെ ബംഗാളി ബായ് അപ്പോൾ ബായ്. കാത്തിരിക്കുന്നതിന് മുന്നേ ഉണ്ടാക്കണം. അപ്പോഴേ അമ്മമാർക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിങ്ങനെ അതെ കാട്ടിലിരുന്ന് ഒരു ഫുഡടി കഴിഞ്ഞ് കബനി പുഴയിലൊരു കുളിയും കഴിഞ്ഞ് നമ്മളെ ടീം മൊത്തം ഇതാ വീട്ടിലേക്ക് പോവായിട്ടാ. നേരെ ഇരുട്ടാറായി. അടുത്തത് Yeah.